ഗുഡ് മോർണിംഗ്. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നത് അപ്രോക്സിമേഷൻസ്, അതായത് ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ചിട്ട് അപ്രോക്സിമേറ്റ് വാല്യൂസ് കാണാനാണ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. 0.009 ഹോൾ റേസ് ടു 1/3 അതെങ്ങനെ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത മോഡൽസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എഴുതാം. ലെറ്റ് y ഈക്വൽ ടു എക്സ് റേസ് ടു 1/3. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, അപ്രോക്സിമേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 0.009 എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ എക്സ് എന്താണ്, നമ്മൾ ഇതിന് 0.009 അടുത്ത് ക്യൂബ് റൂട്ട് പെർഫെക്റ്റായിട്ട് വരുന്ന ഒരു നമ്പറാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതെന്തായിരിക്കുമെന്ന് ഒബ്സർവ് ചെയ്യാം. ദെൻ യു ക്യാൻ സീ 0.008. 0.008ൻ്റെ ക്യൂബ് റൂട്ട് എന്തായിരിക്കും? 0.02 ആയിരിക്കും. 0.2. See this, 0.2 whole cube is 0.2 into 0.2 into 0.2, that is 0.008. Okay, 0.008 whole cube is 0.2 and 0.008 plus 0.001 is 0.009. Okay, 0.009 അടുത്ത് വരുന്ന എക്സ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നത് 0.008 and then delta x is 0.001. Okay, then apply this result. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് റേസ് ടു 1/3 ആണ് ഫംഗ്ഷൻ. അപ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ റേസ് ടു 1/3 മൈനസ് എക്സ് റേസ് ടു 1/3. എക്സിൻ്റെ വാല്യൂസ് കൊടുക്കുക. എക്സ് 0.008 ആൻഡ് ഡെൽറ്റ എക്സ് ഈസ് 0.001 മൈനസ് 0.008 റേസ് ടു 1/3. അപ്പോൾ അതിൻ്റെ ക്യൂബ് റൂട്ട് നമുക്ക് എഴുതാം 0.009 ഹോൾ റേസ് ടു 1/3 മൈനസ് 0.2. ഓക്കെ, ദെൻ 0.009 ഇത് മാത്രം ഒരു വശത്ത് മറ്റൊന്ന് മറുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 0.2 പ്ലസ് ഡെൽറ്റ വൈ വരും. ഇവിടെ y ഇതാണ്. അപ്പോൾ നമ്മൾ dy/dx ഇവിടെ കണ്ടു. dy/dx ഈസ് 1/3 അതായത് എക്സ് റേസ് ടു എന്നിൻ്റെ ഫോമിൽ 1/3 ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അപ്പം 1 മൈനസ് 1/3 ദാറ്റ് ഈസ് 2/3. n മൈനസ് 1 അതായത് 1/3 ഇൻറ്റു എക്സ് റേസ് ടു 1/3 മൈനസ് 1 ദാറ്റ് ഈസ് എക്സ് റേസ് ടു മൈനസ് 2/3. ഓക്കെ, അതാണ് അതിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, കം ടു ദ നെക്സ്റ്റ് പേജ്. നമ്മളതിൽ 0.2 പ്ലസ് ഡെൽറ്റ വൈയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് dy. ഇനി നമ്മൾ dy കാണുകയാണ്. ഇത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് അവിടെ ഇട്ടു. dy എന്താ? dyക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ dy/dx ഇൻറ്റു ഡെൽറ്റ എക്സ്. dy/dxന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മളിപ്പോൾ കിട്ടിയ ഡെറിവേറ്റീവ് 1/3 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 2/3 ഇൻറ്റു ഡെൽറ്റ എക്സ്. അതിൻ്റെ വാല്യൂ കാണുക. ഇവിടെ ജസ്റ്റ് അത് അടുക്കി എഴുതുക. 0.008 റേസ് ടു മൈനസ് 2/3 ആണ്. അത് 1/3 ഹോൾ റേസ് ടു മൈനസ് 2 എന്ന് എഴുതാം എക്സ്പൊണൻഷ്യൽ റൂൾ അനുസരിച്ച്. അപ്പോൾ ഇത് 0.008 റേസ് ടു 1/3 0.2 ആണ് നമ്മൾ ഓൾറെഡി കണ്ടു ഇൻറ്റു ദിസ്. ഓക്കെ, ദെൻ ഫൈൻഡ് ദ വാല്യൂസ്. ഇത് റേസ് ടു എക്സ് റേസ് ടു മൈനസ് എന്ന് പറയുന്നത് 1/x റേസ് ടു n ആണ്. ആ എക്സ്പൊണൻഷ്യൽ റൂള് നമ്മളിവിടെ എക്സ് റേസ് ടു n ആ റൂളാണ് ഇവിടെ ഉപയോഗിക്കുക. 0.2 താഴേക്ക് വന്നാൽ 0.2 റേസ് ടു 2 ഇതാണ് 0.2 റേസ് ടു മൈനസ് 2 വരുന്നത്. അപ്പോൾ 1/3 ഇൻറ്റു 0.001 ബൈ ദിസ് 0.2. ഓക്കെ, ദെൻ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. 0.2 സ്ക്വയർ ഈസ് 0.04. ദെൻ സിംപ്ലിഫൈ ഇറ്റ്. പോയിൻ്റ് നമുക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ 1000 കൊണ്ട് ബോത്ത് സൈഡ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡെസിമൽ പോയിൻ്റ് ഒഴിവാക്കാം. Then you will get 1/120 and find its value. Okay, so substituting that value here in 1, see first one, then you will get like this 0.2 plus 0.0083 equal to 0.2083. Okay, then these two are homeworks. Do that as homework. ഇപ്പോൾ ചെയ്ത അതേ മോഡൽ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. Okay, then come to the next heading, maximum or minimum value.
നമുക്ക് അടുത്ത സബ് ഹെഡിങ് ആണ് മാക്സിമം ഓർ മിനിമം വാല്യൂ. എങ്ങനെ മാക്സിമം ഓർ മിനിമം വാല്യൂ കാണാം? ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഓർ അബ്സല്യൂട്ട് മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ മാക്സിമം വാല്യൂ ഒരു പ്രത്യേക ഇൻ്റർവെല്ലിൽ ഏറ്റവും കൂടിയ വാല്യൂ, ഏറ്റവും കുറഞ്ഞ വാല്യൂ, ഇതാണ് അബ്സല്യൂട്ട് മിനിമം വാല്യൂ, അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ. ഓക്കെ, എങ്ങനെ കാണാം അതിൻ്റെ സ്റ്റെപ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കി. ഫൈൻഡ് ഓൾ പോയിൻറ്റ്സ് വേർ dy by dx ഈക്വൽ ടു 0. അതായത് നമുക്കൊരു ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ഒരു ഇൻ്റർവെല്ലായിരിക്കും. ആ ഇൻ്റർവെല്ല് ലൈക്ക് ദിസ്. ഓക്കെ, ആ ഇൻ്റർവെല്ലിൽ അതിൻ്റെ ഓൾ പോയിൻറ്റ്സ് വേർ dy by dx ഈക്വൽ ടു 0. ഇവിടെ നോക്കുക, ഈ ഡ്രോയിങ്ങിൽ നോക്കുക, ഈ ഒരു ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. ഇതിൽ dy by dx ഈക്വൽ ടു 0 ആകുന്നത് പോയിൻറ്റ്സ് നമുക്ക് ഓൾറെഡി നമ്മൾ ഫെമിലിയർ ആണ്. ഈ പോയിൻറ്റ്സിലെല്ലാം dy by dx, ആ ടേണിംഗ് പോയിൻറ്റ്സ് അതിലെല്ലാം dy by dx 0 ആയിരിക്കും. അപ്പോൾ dy by dx 0 ആകുന്ന എല്ലാ പോയിൻറ്റ്സും കാണുക. പിന്നെയോ ടേക്ക് n പോയിൻറ്റ്സ് ഓഫ് ദ ഇൻ്റർവെല്ലിൻ്റെ n പോയിൻറ്റ്സ് എടുക്കുക. At all these points calculate the values of f of x. ആ പോയിൻറ്റ്സിലെല്ലാം f of xൻ്റെ വാല്യൂസ് കാണുക. ഓക്കെ, ടേക്ക് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് ദ വാല്യൂസ് കാൽക്കുലേറ്റഡ് ഇൻ സ്റ്റെപ്പ് 3. ഈ 3യിൽ നമ്മൾ കണ്ടത്, അതായത് ഇതിൻ്റെ n പോയിൻറ്റ്സ്, പിന്നെ dy by dx 0 ആവുന്ന പോയിൻറ്റ്സ്, ഇതിലെല്ലാം f of xൻ്റെ വാല്യൂ കാണുക. ആ വാല്യൂസ് എല്ലാം എഴുതിയിട്ട് അതിൽ ഏറ്റവും മിനിമം എടുക്കുക, ഏറ്റവും മാക്സിമം എടുക്കുക. ഏറ്റവും മിനിമം ആണ് അബ്സല്യൂട്ട് മിനിമം, ഏറ്റവും മാക്സിമം ആണ് അബ്സല്യൂട്ട് മാക്സിമം. ഇനി ഒരു എക്സാമ്പിൾ നോക്കുക. ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ആൻഡ് അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ഇൻ ദ ഗിവൺ ഇൻ്റർവെൽസ്. സീ ദിസ്, f of x ഈക്വൽ ടു x ക്യൂബ്. x belongs to -2, 2. Okay, then f of x equal to x cube. x ഈ ഇൻ്റർവെല്ലാണ് അല്ലേ? അപ്പോൾ നമ്മൾ dy by dx 0 ആവുന്ന എപ്പോഴാണെന്ന് എങ്ങനെ കാണുക? dy by dx കാണുക, അതായത് f dash x കാണുക. f dash x എക്സ് ക്യൂബിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3x². അപ്പോൾ f dash x ഈക്വൽ ടു 3x². ആ 3x² എപ്പോഴാണ് 0 ആവുന്നത്? ഇക്വൽ ടു 0. 3x² ഈക്വൽ ടു 0. അപ്പോൾ x² ഈക്വൽ ടു 0 ഇംപ്ലൈസ് x ഈക്വൽ ടു 0. അപ്പോൾ x ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിൻറ്റിലാണ് ഈ ഗ്രാഫിൽ 0 വരുന്നത്, dy by dx 0 വരുന്നത്. പിന്നെ n പോയിൻറ്റ്സ് -2ഉം 2ഉമാണ്. അപ്പോൾ എന്തൊക്കെ കാണണം ഇവിടെ? അതിൻ്റെ f of -2 കാണണം, f of 0 കാണണം, f of 2 കാണുക. ഇത്രയും വാല്യൂസ് കാണുക. n പോയിൻറ്റ്സും dy by dx 0 ആവുന്ന പോയിൻറ്റ്സിലെല്ലാം f of x കാണുക. അപ്പോൾ f of 0 ഈസ് 0, f of -2 ഈസ് -2 റേസ് ടു ക്യൂബാണ്, അപ്പോൾ -8 വരും. f of 2 ഈസ് 8. ഇനി ഇതിൽ അബ്സല്യൂട്ട് മിനിമം ആദ്യം ഇവിടെ എഴുതിയിരിക്കുന്നത് മാക്സിമം ആണ്. ഇതിൽ മാക്സിമം വാല്യൂ ഏതാണ്? 8 ആണ്. അപ്പോൾ അബ്സല്യൂട്ട് മാക്സിമം ഈസ് 8 അറ്റ് x ഈക്വൽ ടു 2. x ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിൻറ്റിലാണ് അബ്സല്യൂട്ട് മാക്സിമം. ഇനി അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്നതോ ഇതിൽ ഏറ്റവും ചെറുതേതാ? -8. അത് അറ്റ് x ഈക്വൽ ടു -2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കർവിൻ്റെ കേസിൽ അബ്സല്യൂട്ട് മാക്സിമം 8ഉം അബ്സല്യൂട്ട് മിനിമം -8ഉമാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കാണുക. എങ്ങനെയാണ് ഒന്നുകൂടെ പറയാം സ്റ്റെപ്സ്. dy by dx ആ കർവിൻ്റെ ഗ്രാഫിൽ പറയുന്ന ഇൻ്റർവെല്ലിൽ dy by dx ഈക്വൽ ടു 0 ആവുന്ന എല്ലാ പോയിൻറ്റ്സും കാണുക. അതായത് കർവിന് ഡെറിവേറ്റീവ് കാണുക, dy by dx ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം, എന്നിട്ട് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് x. ആ പോയിൻറ്റ്സ് x ആൻഡ് y, ആ പോയിൻറ്റ്സ് കിട്ടി. എക്സിൻ്റെ വാല്യൂസ് കാണുക, ആ പോയിൻറ്റ്സ് കിട്ടി. ദെൻ ടേക്ക് n പോയിൻറ്റ്സ് എടുക്കുക. ഈ പോയിൻറ്റ്സിലെല്ലാം f of xൻ്റെ വാല്യൂ കാണുക, f of n പോയിൻറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ dy by dx 0 ആവുമ്പോൾ ഇതിൽ ഏറ്റവും മാക്സിമം എടുക്കുക, അതാണ് അബ്സല്യൂട്ട് മാക്സിമം. ഏറ്റവും മിനിമം എടുക്കുക, അതാണ് അബ്സല്യൂട്ട് മിനിമം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ദിവസം ചെയ്യാം. സോ ഈ ക്ലാസ് പല പ്രാവശ്യം കേട്ട് അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.